ഹായ്, റോഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത് സർച്ചൂരായിരുന്നു. ബൈക്ക് പഞ്ചറായതിനു ശേഷം 2 ലോറി ചേട്ടന്മാരെ നമ്മളെ സഹായിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അടുത്ത പഞ്ചർ ഷോപ്പ് ലേക്ക് തൊട്ട് ഇപ്പുറമുള്ള കാരു എന്ന് പറയുന്ന പ്രദേശത്താണ്. അതായത് സർച്ചൂരിൽ നിന്ന് ഏകദേശം 240 കിലോമീറ്റർ ഉണ്ടാവും കാരുവിലേക്ക്. അതിലേക്ക് തൊട്ടിപ്പുറമാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ വണ്ടി എനിക്കാണ്, നീ സൈഡിലിരുന്നു. നീ ആകുമ്പോ ചടപ്പിച്ചാണ്. അന്ന് ഞങ്ങൾ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാതെ സർച്ച് കഴിഞ്ഞിട്ടുള്ള പാങ് എന്ന് പറയുന്ന പ്രദേശത്താണ് സ്റ്റേ ചെയ്തത്. ഏകദേശം 15,200 അടി മുകളിലാണ് പാങ് എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 2 ദിവസം മുമ്പ് ഇവിടുത്തെ ചെറിയ ഈ കടകളെല്ലാം നിർത്തി പോയിരുന്നു സ്നോഫാൾ കാരണം. അതിനുശേഷം സ്നോഫാൾ ഇത്തിരി കുറഞ്ഞപ്പോൾ അവരെ വീണ്ടും റീഓപ്പൺ ചെയ്തതാണ് ഇതെല്ലാം. നൈറ്റ് സ്റ്റേ ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ളൊരു സ്ഥലമാണ് പാങ്. ഒത്തിരി പേരൊന്നും പാങ് എന്ന് പറയുന്ന സ്ഥലം ചൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് തന്നെയാണെങ്കിലും നൈറ്റ് സ്റ്റേ ചെയ്തപ്പോൾ ഭയങ്കരമായ തലവേദനയും കൂടുതൽ ഒരാൾക്ക് ശ്വാസം മുട്ടലും ഛർദിലൊക്കെ അനുഭവപ്പെട്ടു. മണാലിക്കും ലേക്കും ഇടയ്ക്ക് ഒരേ ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഉള്ളത് പാങ്ങിലാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ സ്റ്റേ ചെയ്യാനെന്ന്. പാങ്ങിൽ ഞങ്ങൾ താമസിച്ച ചെറിയൊരു ടെൻറ്റ് സ്റ്റേ ആണിത്. ഒരാൾക്ക് ഏകദേശം 100 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. സീസൺ കഴിഞ്ഞത് കൊണ്ടാണ് 100 രൂപയ്ക്ക് നമുക്കവിടെ സ്റ്റേ കിട്ടിയത്. നമ്മുടെ ബൈക്ക് വേണ്ട ലോറിയിൽ കയറ്റി വെച്ചിരിക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ലേ വരെ ബൈക്ക് ഈ ലോറിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. രാത്രിയിൽ ഫ്രണ്ടിന് ശ്വാസമുട്ടലുണ്ടായപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയായി കാണും. ഞങ്ങൾ 2 ഡോക്ടർമാരുണ്ടായിരുന്നു അവിടെ. അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഫ്രണ്ടിന് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് കൊടുത്തു. ഞങ്ങൾക്കും നൈറ്റ് നേരം ഉറങ്ങാനൊന്നും സാധിച്ചില്ല. ആൾട്ടിറ്റ്യൂഡ് സിക്നസിൻ്റെ പ്രോബ്ലമായിരുന്നു അത്. പാങ്ങിൽ നിന്നും ഏകദേശം 170 കിലോമീറ്ററാണ് ഇനി ലേക്കുള്ളത്. പോകുന്ന വഴിക്കെല്ലാം ഈ ഒരു ടൈപ്പ് ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പാങ്ങിൽ നിന്ന് പുറപ്പെടുന്നത്. തലേദിവസം ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 7 മണി 8 മണി സമയത്താണ് പാങ്ങിലെത്തുന്നത്. അതിനുശേഷം ചെറിയ ചായയും മറ്റും, അതിനുശേഷം ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുറേ ചായ എല്ലാം കൂടെ നമുക്ക് ഏകദേശം 2000 രൂപയാണ് പാങ്ങിൽ മൊത്തത്തിൽ ചിലവായത്. ഇൻക്ലൂഡിങ് സ്റ്റേ ആണത്. മുൻപോട്ട് ഇനി കടകളൊക്കെ കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1-2 ആർമി ക്യാമ്പുകളില്ലാതെ വേറെ ഇനി അങ്ങോട്ട് ഒന്നും തന്നെ കാണുവാനായിട്ട് സാധ്യത വളരെ കുറവാണ്. നമ്മളിപ്പോൾ താമസിച്ച സ്ഥലത്തെ ആളുകളെല്ലാം ലേയിൽ നിന്നും ഈ 5-6 മാസത്തെ സീസൺ ടൈമിൽ മാത്രം ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നവരാണ്. സ്നോഫാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് ലേയിലേക്ക് തന്നെ പോകും. അതായത് 6 മാസം ഇവിടെ വന്ന് ഏകദേശം കച്ചവടങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് 6 മാസം അവർ ലേയിൽ പോയി താമസിക്കും. ഒക്ടോബർ അവസാനത്തോടു കൂടി മണാലി ടു ലേ ഹൈവേ ക്ലോസ്ഡ് ആയിരിക്കും. പ്രൈവറ്റായിട്ട് ആളുകൾക്ക് ഈ വഴി യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. അതേസമയം ആർമിയുടെ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഈ വഴി ഉണ്ടാവുകയുള്ളൂ. മൊത്തം സ്നോ ആയിരിക്കും. ഏകദേശം ഉച്ചയോടുകൂടി ലേക്ക് മുമ്പായുള്ള കാരുവിൽ എത്താമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ചെന്നിട്ട് വേണം വണ്ടി, അതായത് പഞ്ചറായ വണ്ടിയെല്ലാം ഒന്ന് ശരിയാക്കാനും അതുപോലെ തന്നെ എല്ലാ വണ്ടികളും ഒന്ന് ചെക്ക് ചെയ്യുകയും വേണം. നമ്മളിതിനു മുമ്പ് ചെക്ക് ചെയ്തത് കിലോങ്ങിൽ വെച്ചായിരുന്നു. അപ്പം എല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തിട്ട് വേണം നമുക്ക് ലേയിലേക്ക് പോകാനായിട്ട്. ലോറി ചേട്ടന്മാർ നമ്മുടെ പുറകെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ഒരു മിനിമം സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുമായിട്ട് ടച്ച് വിട്ട് പോകാതെ വേണം നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട്. പാങ് കഴിഞ്ഞ് മുമ്പോട്ട് വളരെ നല്ല റോഡുകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. NH1 ആണിത്. വളരെ നല്ല രീതിയിൽ BRO ആണ് ഈ റോഡെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. BRO എന്ന് പറഞ്ഞാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇന്ത്യൻ ആർമിയിലെ ഒരു കൂട്ടം എഞ്ചിനീയർമാരാണ് ബ്രോയിലുള്ളത്. നമ്മുടെ അതിർത്തിയിലുള്ള റോഡുകളുടെ മെയിൻറ്റെയിനിങ്ങും ഡെവലപ്മെൻറ്റ്സും എല്ലാം ബ്രോയുടെ അണ്ടറിലാണ് നടക്കുന്നത്.
ഇന്നത്തെ ദിവസം ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ വേറെ യാത്രക്കാരെ ഒന്നും കണ്ടിരുന്നില്ല. ഈ തനിച്ചിങ്ങനെ യാത്ര ചെയ്യുന്നത് വളരെ നല്ല രസമുള്ള ഒരു കാര്യമാണ്. ഈ പ്രദേശത്ത് വേറെ ഒന്നും തന്നെയില്ല. അപ്പുറവും ഇപ്പുറവും തരിശായി കിടക്കുന്ന കുറേ ഭൂമി മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടുതൽ ലോറിച്ചേട്ടന്മാർ പുറകിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ടും അതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഉച്ചയാകാറായിട്ടുണ്ട്. നല്ല വെയിലുമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.